പ്രൈസ് ഗാഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അവയവത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ വന്നത്. ഈ അവയവം ഏതാന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഇതിലെന്തോരം റൈറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. കഥ അത്ര മാത്രം ചിന്തിച്ചാൽ മതി. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രാജാവ് ചെവി വന്നിട്ട് കഴുതയുടെ ചെവി പോലെ ഇരിക്കണമെന്ന ചെവിയായിരുന്നു. അപ്പം അതുകൊണ്ട് രാജാവ് എന്നും തലപ്പാവ് വെച്ച് ഈ ചെവി ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് കെട്ടിയിരുന്നത് തലപ്പാവ്. അപ്പം രാജാവിൻ്റെ ചെവി ആരും കണ്ടിട്ടില്ല, ഈ ചെവി. അങ്ങനെ ഉറങ്ങുമ്പോൾ മാത്രം ഈ തലപ്പാവ് ഊരിവെക്കും. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാജാവ് ഉറങ്ങാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം തലപ്പാവൊക്കെ ഊരി വെച്ചപ്പോൾ പെട്ടെന്ന് മന്ത്രി ഓടി വന്നിട്ട് പറഞ്ഞു, തിരുമനസ്സേ, ഒരു വലിയ സന്ദേശമുണ്ട്. രാജാവിൻ്റെ ചെവിയുടെ കാര്യം രാജാവ് മറന്നുപോയി. തലപ്പാവ് എടുത്ത് വെക്കാനും വിട്ടുപോയി. പക്ഷെ മന്ത്രി ഓടി വന്നു, വിഷയം പറഞ്ഞു, രാജാവിനെ നോക്കി കാര്യം പറഞ്ഞപ്പോൾ രാജാവിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് രാജാവിൻ്റെ ചെവി കാണാൻ സാധിച്ചത്. അപ്പം മനസ്സിലായ രാജാവിൻ്റെ ചെവിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. പക്ഷെ മന്ത്രി ഒന്നും ചോദിച്ചില്ല. രാജാവ് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. വിഷയങ്ങൾ പറഞ്ഞു അവർ പിരിഞ്ഞു. മന്ത്രി ഈ വിഷയം ഭാര്യയോട് പോയി പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞപ്പം പറഞ്ഞ ഒരു ഇതാക്കി, ഇത് ആരോടും പറയരുത്, പറഞ്ഞ രാജാവ് തല വെട്ടും. അപ്പം അതുകൊണ്ടിട്ട് ഭാര്യ ആരോടും പറയാണ്ട് അങ്ങനെ. പക്ഷെ ഭാര്യയ്ക്ക് ഇത് ആരെങ്കിലും അറിയിക്കാത്തത് കൊണ്ട് ഭയങ്കര പ്രയാസം. ഭാര്യ എന്ത് ചെയ്തു? പ്രയാസം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന, സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ ഇത് മനസ്സിലായ ഭർത്താവ്, അതായത് മന്ത്രി, പുള്ളിക്കാരത്തിയെ വിളിച്ച് തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് തരാം എന്ന് പറയും. അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി തോട്ടത്തിലിറങ്ങി. തോട്ടത്തിൽ ചെന്നിട്ട് ഒരു കുഴി എടുത്തിട്ട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ ഈ കുഴിയിൽ നിനക്ക് പറയേണ്ടത് എന്താണോ ഈ കുഴിയിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യ ആ കുഴിയുടെ അകത്ത് നോക്കി ഒരു സെൻറ്റൻസിൽ ഈ കാര്യം പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാണ്: രാജച്ചെവി കഴുതച്ചെവി. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. കുഴി മൂടി അതിൻ്റെ പൊക്കത്ത് ഒരു ചെടിയും വെച്ച് അവർ പോയി. കാലങ്ങൾ കഴിഞ്ഞു. ചെടി വലുതായി, മരമായി. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിലെ കൊമ്പുകൾ ചെണ്ടക്കാർ ഉപയോഗിക്കും. ആ കൊമ്പ് ഉപയോഗിച്ച് ചെണ്ട കൊട്ടും. ആ കൊമ്പ് അവർ മുറിച്ചുകൊണ്ടുപോയി. ചെണ്ടക്കാർ കൊട്ടാൻ തുടങ്ങിയപ്പം അതിൽ നിന്നും വരുന്ന താളം ഇങ്ങനെയാണ്: രാജച്ചെവി കഴുതച്ചെവി എന്ന താളമാണ് കേൾക്കുന്നത്. അങ്ങനെ നാട്ടിൽ മുഴുവനും ഒരു പാട്ടായി. ഇത് നാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണെന്ന് ഇപ്പം മനസ്സിലായി. നാവാണ് നമ്മുടെ അവയവം. അപ്പം നാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന വചനമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് പ്രധാനമായും